ഹലോ, മിസ്സസ് നായരാണോ? അതെ അതെ, ഞാൻ തന്നെ. എന്ത് വേണം? നിങ്ങളുടെ മക്കളുടെ വിവാഹാലോചന ഉപേക്ഷിക്കുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം എന്താണെന്ന് പറയണം. നിങ്ങളുടെ അന്തസ്സിന് ചേർന്നല്ല ബന്ധം. പുറമോടിയിൽ നിങ്ങൾ വിരണ്ടു പോകരുത്. ഒടുവിൽ ദുഃഖിക്കേണ്ടതായി വരും. നിങ്ങൾ ആരാണ്? നിങ്ങളുടെ ഒരു ബന്ധു. ഹലോ ഹലോ, കുഞ്ഞുണ്ണി, എഴുന്നേക്കടാ. കുഞ്ഞുണ്ണി, എഴുന്നേക്കടാ. അല്ല, മാലയോ ഈ അസമയത്ത് ഇവിടെ? ഇന്റലിജൻസ് ഓഫീസർ അല്ലേ, കാണുമ്പോൾ ഒരു ത്രില്ലോ സസ്പെൻസോ വേണ്ടേ? ഇങ്ങനെ സസ്പെൻസ് കാണിച്ചാൽ ആള് ക്ലോസ് ആയത് തന്നെ. ചില കള്ളന്മാരെ പിടിക്കാൻ അങ്ങ് നടക്കുന്നു, അതുപോലെ ഞാനും. ഒരു പക്ഷേ എന്നെ പിടിക്കാനുമായിരിക്കും. അതെ, എന്റെ മനസ്സ് കട്ടുകൊണ്ടുപോയ കള്ളനെ പിടിക്കാൻ. എന്നെ അറസ്റ്റ് ചെയ്ത് ആരെ ഏൽപ്പിക്കാനാ ഉദ്ദേശം? ആരെയും വകവയ്ക്കാതെ നടക്കുന്ന ഒരു വെകിളി പെണ്ണുണ്ടല്ലോ, മാല, അവളെ ഏൽപ്പിക്കും. അവൻ കടന്നു കളഞ്ഞു. ഞാനിവിടെ വരുന്നത് കണ്ട് അവനിവിടെ കയറിയതായിരിക്കും. കാരണം നമ്മൾ തമ്മിലുള്ള സ്നേഹം അവർക്ക് ഇഷ്ടപ്പെട്ട് കാണുന്നില്ല. ഏതായാലും ഇനി ഇവിടെ നിൽക്കണ്ട, നമുക്ക് വീട്ടിലേക്ക് പോകാം. വരൂ. ഇതാണ് എന്റെ വീട്. അമ്മേ, അമ്മയെ കാണാൻ ഒരു പുതിയ അതിഥി വന്നിരിക്കുന്നു. മരുമകളെന്ന് പറയും. ഇരിക്കൂ. എന്റെ വയറുകളും ചളകിപ്പോയല്ലോ. എന്തിനൊക്കെ ഞാൻ മെത്തയാണെന്ന് വിചാരിച്ചോ? സാരമില്ല കുഞ്ഞുണ്ണി, നമ്മുടെ മാലയല്ലേ. ആഹാ, എന്തിനാണ് രാത്രി കാലങ്ങളിൽ രണ്ടുപേരും കൂടെ ഇറങ്ങിയിരിക്കുന്നത്? വെറുതെ അമ്മയൊന്ന് കാണാൻ. ഓ ഓ പടവട കഴിഞ്ഞ് ഗൃഹപ്രവേശങ്ങൾക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഈ കിടങ്ങിന് അണ്ണ നാളെ ഈ തള്ളയും മൂന്നാല് പിള്ളേരുമായിട്ട് കയറി വന്നുകളയല്ലോ. അമ്മേ, മാല. എന്താ മോനെ ഈ അസമയത്ത് മാലയുമായി? എന്നായാലും ഞാനിവിടെ വരേണ്ടവരല്ലേ? അല്ല, നേരത്തെ വന്ന് മുറികൾ ബുക്ക് ചെയ്താ ചണ്ടകൾ പിടിക്കാതെ കഴിക്കാമല്ലോ. കാരണം ഇവിടെയും രണ്ട് കക്ഷികളല്ലേ. ഇവിടെ ഒന്ന് വന്നേച്ചു പോകണമെന്ന് മാലയ്ക്കൊരു നിർബന്ധം. നേരം വളരെയായി, വീട്ടിൽ അന്വേഷിക്കില്ലേ മോളെ? ഇതെന്തൊരു ചോദ്യങ്ങളെ പറ്റി. അണ്ണന്റെ അവർക്കല്ലേ ലൈസൻസുകൾ കൊടുത്തിരിക്കുന്നത്. ഒരു മാസങ്ങൾ കഴിഞ്ഞ് തിരിച്ചു കൊണ്ട് വിട്ടിരുന്നാലും മുതലാളി കമാന ലക്ഷണങ്ങൾ കൊണ്ടില്ല. എന്നാലും നമ്മൾ വന്നൊന്ന് ആലോചിക്കണമല്ലോ. വാ കുഞ്ഞുണ്ണി മാലയെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടിട്ട് വരും. വാ. ഞാൻ വരട്ടെ അമ്മേ. ശരി മോളെ. ശരി. ചന്ദ്ര, എന്താ നിനക്ക് മാലയോട് അത്ര സ്നേഹമാണ്? അതിൽ തെറ്റില്ലല്ലോ. കല്യാണമാകാത്ത ഒരു പെൺകുട്ടിയുമായി ഇങ്ങനെ ചുറ്റി നടക്കുന്നത് ശരിയാണോ മോനെ? ഇനി അത് ആവർത്തിക്കില്ല. നീ അന്ന് പറഞ്ഞതുപോലെ ഈ കല്യാണക്കാര്യത്തിൽ ഇപ്പൊ എനിക്കും ചെറിയൊരു വിസമ്മതം. എന്താ കാര്യം? എനിക്കൊരാൾ ഫോൺ ചെയ്തു ഈ ബന്ധം പാടില്ലെന്ന്. ആര്? പേരെനിക്ക് പറഞ്ഞുകൂടാ. ഏതായാലും ഇതിന്റെ സത്യം അറിയുന്നത് വരെ നമുക്കൊന്നും തീരുമാനിക്കണ്ട. ഇയാളാണ് ഇന്റർനാഷണൽ സ്പൈ റാക്കറ്റിന്റെ ലീഡർ മിസ്റ്റർ ജാക്സൺ. എവിടെ എവിടെ എവിടെ? നല്ല ചന്തമുള്ള സായിപ്പ് ആണാ. നമുക്ക് ഇവിടെ പടം വലുതാക്കി ഇവിടെ വെച്ച് ഒരു മാലയൊക്കെ ഇട്ട്. മടയാ, ഇവൻ ഭയങ്കര കള്ളനാണ്, കള്ളക്കടത്തുകാരൻ. വേണ്ട വേണ്ട, അയാളെ നേരിൽ കാണുമ്പോ ധൈര്യം കാണിച്ച്. ഇയാൾ നാളത്തെ പ്ലെയിനിൽ ഇവിടെ വരുന്നുണ്ട്. ഞാൻ പോയി അയാളെ വിളിച്ചോണ്ട് വന്നാലോ? ഈ മുറിക്കകത്ത് കയറ്റി വയറി കുടലും പിണ്ടൊക്കെ എടുത്ത് അടുത്ത പ്ലെയിനിൽ കയറ്റി അയച്ചളേ. ഇയാൾ നാളെ വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കും. വന്നാൽ എവിടെയാണ് താമസം, ആരൊക്കെയാണ് ഇയാളെ കൂട്ടുകാർ, എങ്ങനെയൊക്കെയാണ് പ്രവർത്തനങ്ങൾ എന്ന് കണ്ടുപിടിക്കണം. അതിനുശേഷം ഒരു നല്ല നേരം നോക്കി എല്ലാരും കൂടെ തൂത്തുവാരി ഒരു പിടി. എനിക്ക് മനസ്സിലായി അണ്ണന്റെ എണ്ണം. അപ്പോ ഞാൻ പറഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ. അയ്യോ, ഞാൻ തനിച്ചു പോവില്ല, അണ്ണൻ കൂടെ വരണം. സായിപ്പ് അല്ലെങ്കിൽ ചിലപ്പോ എന്നെ മതാനായികളെ. പോളിഷ് പോളിഷ് പോളിഷ്. സാർ ഇപ്പൊ വിട്ടേക്കാം. എക്സ്ക്യൂസ് മീ. പോളിഷ്
മുമ്പ് തന്നെ നല്ല ക്ലീൻ ആയിരിക്കുന്നല്ലോ. Jackson, welcome. Hope you had your fine day. Come, here he comes. കൊന്നുകളയും പൊക്കോളൂ, നിൽക്കരുത്. അണ്ണാ, ഈ ഓടി വരുന്ന ആണ്ടിലുണ്ട്, എടുക്കാൻ വയ്യാത്ത സ്ഥലത്ത് വെച്ചിട്ടാണ്, പിടിച്ചോളെ. നിൽക്കവിടെ. എന്താ കുഞ്ഞുണ്ണി? സാഹിബ് കൊണ്ടുവന്ന അതിങ്ങെടുക്കൂ. എടുക്കാനാ പറഞ്ഞത്? ഇല്ലെങ്കിൽ ബലം പ്രയോഗിക്കേണ്ടി വരും. എടുക്കൂ. നമ്മുടെ രാജ്യത്തിന്റെ എല്ലാ പ്രധാനപ്പെട്ട രഹസ്യ കേന്ദ്രങ്ങളും ഇതിനകത്തുണ്ട്. കുഞ്ഞുണ്ണി, ഇവിടെ സൂക്ഷിച്ചുള്ളൂ. ഞാൻ ഫോൺ ചെയ്ത് വന്നേക്കാം. എന്നാലും എന്നെ പെണ്ണാപ്പറന്നവളെ ഇതൊക്കെ ചെയ്യാൻ നിനക്ക് എങ്ങനെ മനസ്സ് വന്നു? എന്ന് വെച്ചാൽ നിന്നെ വെറുതെ വിടുവൊന്നുമില്ല. പോലീസ് സ്റ്റേഷൻ. എയർപോർട്ടിനടുത്ത് പ്രൈമറി സ്കൂളിന് സമീപം ഉടനെ 2 പോലീസുകാരായി ഞാൻ ഒരു സ്ത്രീയെ കസ്റ്റഡിയിലാക്കിയിട്ടുണ്ട്. താങ്ക് യു. കുഞ്ഞുതി, അയ്യോ, എന്തായി? അയ്യോ, എഴുന്നേൽക്കൂ. അയ്യോ, എഴുന്നേൽക്കാണോ പറഞ്ഞു? അയ്യോ, എന്തായി? അയ്യോ. ആ പെണ്ണ് പെടലിക്ക് ഒരു അടി അടിച്ചിട്ട് കിടന്നവൻ. അവൾ എങ്ങോട്ട് പോ? അങ്ങോട്ട് ഓടി. കാലിൽ കയറിക്കോളൂ. നമ്മുടെ രേഖകൾ ചന്ദ്രൻ പിടിച്ചെടുത്തിരിക്കുന്നു. നിങ്ങൾ ഉടൻ കാറിൽ പിന്തുടർന്ന് ആ രേഖകൾ പിടിച്ചു വാങ്ങണം. വണ്ടി വിട്. സ്വാമിജിയെ നേരിൽ കണ്ട് അനുഗ്രഹം വാങ്ങാൻ മാത്രമാണ് സായിപ്പ് ഈ നാട്ടിലേക്ക് വന്നത്. വളരെ സന്തോഷം. അന്യനാട്ടിലെ ജനങ്ങൾ പോലും നമ്മളുടെ തത്വങ്ങളിൽ വിശ്വസിക്കുന്നു. അത് തന്നെ നമുക്ക് ദൈവീകമായ വലിയൊരു അനുഗ്രഹമാണ്. Your Holiness, I don't know how to thank you for the privilege you have given me for meeting you. വളരെ സന്തോഷം.
മിസ്റ്റർ ജാക്സൺ മാലയെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതായി പ്രൊഫസർ ഹിംസെ നമ്മെ അറിയിച്ചിരിക്കുന്നു. വിവിധ വർഗങ്ങളും സംസ്കാരങ്ങളും ഇപ്രകാരം ബന്ധപുലർത്തി കാണണമെന്നുള്ളതാണ് നമ്മുടെയും അഭിലാഷം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഭക്തജനങ്ങളെ, നമ്മളുടെ അതിഥിക്ക് വേണ്ടിയും ലോക സമാധാനത്തിനു വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. ഓം നമഃ ശിവായ. 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 Some very important records. നിങ്ങൾക്ക് ആവശ്യമുള്ള വളരെ പ്രധാനപ്പെട്ട ചില രേഖകളാണിത്. Thank you, Mr. Silverhead. You are a very brave man. Thank you, sir. We can mint money by this. സായിപ്പ് കോടിക്കണക്കിന് സമ്പാദിച്ചാൽ ഞങ്ങളും കോടീശ്വരന്മാരാണ്. Sure. What about Miss Mala? മിസ്റ്റർ രാജ, ധുരയ്ക്ക് മാലയെ കല്യാണം കഴിക്കണമെന്നൊരാഗ്രഹം നമ്മളത് സാധിച്ചു കൊടുക്കും. Yes. Sweet girl. മിസ്റ്റർ രാജ, ഇന്ന് വൈകിട്ട് 6 മണിക്ക് മാലയെ മിസ്റ്റർ ജാക്സൺ താമസിക്കുന്ന ഹോട്ടലിൽ എത്തിക്കണം. മിസ്റ്റർ ജാക്സണും മാലയും വെളിനാട്ടിലേക്ക് പോയിക്കൊള്ളട്ടെ. മാലയോടൊന്ന് നോ, ചോദിക്കണ്ട, എന്റെ ആജ്ഞയാണ്. മിസ്റ്റർ ജാക്സൺ മാലയെ വിവാഹം കഴിക്കണം. എന്തു തന്നെ ആയാലും ജാക്സനെ ഞാൻ വിവാഹം കഴിക്കില്ല. ഇനി അതേപ്പറ്റി ചർച്ച ചെയ്തിട്ട് ആവശ്യമില്ല. മാലയും ജാക്സനുമായുള്ള വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞു. മാലിക്ക് ഇഷ്ടമല്ലെന്ന് അച്ഛൻ അയാളോട് തുറന്നു പറയണം. തുറന്നു പറഞ്ഞാൽ ഇന്നുള്ളതെല്ലാം നമുക്ക് നഷ്ടപ്പെടും. ഇതെല്ലാം അച്ഛന് നേരത്തെ അറിയാമായിരുന്നില്ലേ? അച്ഛൻ എന്തിനു ഭയപ്പെടുന്നു? ആ വെള്ളക്കാരനാണ് അച്ഛന് ചെലവിന് തരുന്നത്. അയാളോട് ചില കടപ്പാടുകളും ബന്ധങ്ങളും എനിക്കുണ്ട്. അതിനുവേണ്ടി മകനെ ബലികഴിക്കണമെങ്കിൽ ആ കടപ്പാടും ബന്ധവും നമുക്ക് വേണ്ട അച്ഛാ. എനിക്ക് വേണം. നീ ഇത് സമ്മതിച്ചേ തീരൂ. ഒരിക്കലും ഞാൻ അതിനെ സമ്മതിക്കില്ല. എന്റെ അവസാനത്തെ അപേക്ഷയാണ്. അച്ഛാ, അച്ഛന് വേണ്ടി എന്റെ ജീവൻ പോലും ഞാൻ ഉപേക്ഷിക്കാം. പക്ഷേ ഈ ബന്ധം ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. മാലേ, നിനക്ക് ലോകം മുഴുവൻ ചുറ്റിക്കറങ്ങാം, രസിക്കാം, പണത്തിന് മുകളിൽ നൃത്തം ചെയ്യാം. അച്ഛാ, ആ സുഖമൊന്നുമില്ലെങ്കിലും ഇവിടെയുള്ളൊരു സാധാരണ ജീവിതം മതി എനിക്ക്. അച്ഛാ, ഇങ്ങനെ ഇഷ്ടമുള്ളവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനും മുതലെടുക്കാനുമല്ലേ ഇവരെ ഈ രീതിയിൽ വളർത്തിയത്? ശാന്തി, നീ പോകൂ. തുറന്നു പറയണം, അച്ഛൻ എന്തോ ഞങ്ങളെ മറയ്ക്കുന്നു. അതൊന്നും നിങ്ങൾ അറിയേണ്ടതില്ല. ഇന്ന് 6 മണിക്ക് മാല ജാക്സനുമായി പുറപ്പെടണം. ഞാൻ വാക്ക് കൊടുത്തു കഴിഞ്ഞു. That's all. അച്ഛാ, ഒരച്ഛൻ മകളോട് പറയുന്ന വാക്കുകളാണോ ഇത്? ഇതിലും ഭേദം എന്നെ കൊണ്ട് എന്റെ ശവം നിങ്ങളുടെ ജാക്സന് കാഴ്ചവെക്കണം. എന്നാൽ ഞാൻ നിങ്ങളുടെ അച്ഛനല്ല. സത്യമാണോ പറയുന്നത്? സത്യമാണ്. അപ്പോൾ ഞങ്ങൾ വളർത്തുമക്കളാണോ? അച്ഛാ, നേര് പറയണം. ഞാൻ പേർഷ്യയിൽ താമസിക്കുമ്പോൾ ഒരു ആശുപത്രിയിൽ നിന്നും വാങ്ങിയ ഇരട്ടപെറ്റ കുട്ടികളാണ് നീയും കലയും. നിങ്ങളുടെ അച്ഛനും അമ്മയും മരിച്ചുപോയി. അച്ഛാ, പറഞ്ഞാൽ കേൾക്കാത്തത് കൊണ്ട് കള്ളം പറഞ്ഞ് ഞങ്ങളെ പുറന്തള്ളരുത്. എന്ത് പറഞ്ഞാലും ഞങ്ങൾ അനുസരിക്കാം. പക്ഷേ ഞങ്ങളുടെ അച്ഛനല്ലെന്ന് മാത്രം പറയരുത്. മാലേ, ഇതെല്ലാം സത്യമാണ്. ശാന്തി മാത്രമാണ് എന്റെ മകൾ. നമുക്ക് ഈ കാണുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാക്കി തന്നത് ആ രഹസ്യ സംഘമാണ്. അവർക്ക് വേണ്ടിയാണ് ഞാൻ നിങ്ങളെ വളർത്തി പ്രയോജനപ്പെടുത്തിയത്. ഇന്ന് അവരെ വെറുപ്പിച്ചാൽ നാളത്തെ സൂര്യോദയം നമ്മൾ ആരും കാണുകയില്ല. ആ ജീവിതത്തിനേക്കാൾ മരണം എത്രയോ ഭേദമാണ്. സ്വന്തം മകളെ മാത്രം അങ്ങ് മാനമായി വളർത്തിയല്ലോ. കുട്ടിക്കാലം മുതൽക്കേ ഈ ജീവിത രീതി അങ്ങ് ഞങ്ങളെ ശീലിപ്പിച്ചു. തെറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം പരിഷ്കാരത്തിന്റെ തീച്ചൂളയിലേക്ക് അങ്ങ് ഞങ്ങളെ തള്ളിവിട്ടു. പെണ്ണല്ലേ,
ഞങ്ങളും അത് കണ്ടും മതി മറന്നുപോയി. തെറ്റ് തിരുത്തേണ്ട അങ്ങുപോലും ഇതെല്ലാം കണ്ട് സന്തോഷിച്ചതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ എങ്ങനെ തെറ്റും ശരിയും തിരിച്ചറിയും? ഈ സുഖവും ആഡംബരവും ഞങ്ങൾക്ക് തന്നതിന് അങ്ങ് ശരിയായ പ്രതിഫലം പറ്റിയില്ലേ? ഇനി ഞങ്ങളെ കൊന്നുകൊള്ളൂ. എന്തിനു മടിക്കുന്നു? മക്കളെ, പണത്തിലുള്ള ആശ കൊണ്ട് ചില കൂട്ടുകെട്ടിൽപ്പെട്ടു. വിട്ടുപിരിയാൻ നിവൃത്തിയില്ലാതെ ഇതെല്ലാം ചെയ്തു. ഇപ്പോ ഞാൻ നിസ്സഹായനാണ്. എനിക്ക് നിങ്ങൾ മാപ്പ് തരൂ. ഞങ്ങളാരും മാപ്പ് തരാൻ? കുറ്റോരും മുടിയോരും ഇല്ലാതെ മറുനാട്ടിൽ പിറന്ന 2 അനാഥകൾ. വരൂ, നമുക്ക് പോവാം. നിനക്കെങ്കിലും ഒരു അച്ഛനുണ്ടല്ലോ. നിങ്ങൾ എങ്ങോട്ട് പോകുന്നു? ഇനി ഇതുപോലൊരു അച്ഛൻ ഞങ്ങളെ നശിപ്പിക്കാൻ ഇടവരാത്ത ഒരു ലോകം അന്വേഷിച്ചു. അവസാനമായി ഒരു പ്രാവശ്യം കൂടി അച്ഛനില്ലാത്ത ഞങ്ങൾ അങ്ങേ അച്ഛ എന്ന് വിളിച്ചുകൊള്ളട്ടെ. അച്ഛ, ഞങ്ങൾക്ക് യാത്ര തരും. ഇനി ഒരിക്കലും ഞാൻ തെറ്റ് ചെയ്യുകയില്ല. ഇന്നു മുതൽ നിങ്ങൾ എന്റെ മക്കളാണ്.